ചോദ്യം 1. ബെന്യാമീൻ മക്കളോട് എവിടെ നിന്നും ഓടിപ്പോകാനാണ് യഹോവ പറഞ്ഞത്? ഉത്തരം: യെരുശലേമിൻ്റെ നടുവിൽ നിന്ന്. ചോദ്യം 2. ബെന്യാമീൻ മക്കളോട് എവിടെ കാഹളം ഊതാനാണ് യഹോവ പറഞ്ഞത്? ഉത്തരം: തെക്കോവയിൽ. ചോദ്യം 3. എവിടെ ഒരു തീക്കുറി ഉയർത്താനാണ് യഹോവ ബെന്യാമീൻ മക്കളോട് പറഞ്ഞത്? ഉത്തരം: ബേത്ത് ഹക്കേരെമിൽ. ചോദ്യം 4. വടക്കുനിന്ന് കാണായി വരുന്നത് എന്താണ്? ഉത്തരം: അനർത്ഥവും മഹാനാശവും. ചോദ്യം 5. സുന്ദരി, സുഖഭോഗിനി ഈ പേരുകളിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം: സിയോൻ പുത്രിയെ. ചോദ്യം 6. സുന്ദരിയും സുഖഭോഗിനിയുമായ ആരെയാണ് യഹോവ മുടിച്ചു കളയുന്നത്? ഉത്തരം: സിയോൻ പുത്രിയെ. ചോദ്യം 7. ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ ആരുടെ അടുക്കലാണ് വരുന്നത്? ഉത്തരം: സിയോൻ പുത്രിയുടെ. ചോദ്യം 8. സിയോൻ പുത്രിക്കെതിരെ ചുറ്റിലും കൂടാരം അടിക്കുന്നതാരാണ്? ഉത്തരം: ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വന്ന ഇടയന്മാർ. ചോദ്യം 9. അതിൻ്റെ നേരെ പടയൊരുക്കുവിൻ, എഴുന്നേൽപ്പിൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം. ആരുടെ നേരെ പടയൊരുക്കാനാണ് പറയുന്നത്? ഉത്തരം: സിയോൻ്റെ നേരെ. ചോദ്യം 10. രാത്രിയിൽ കയറി ആരുടെ അരമനകളെയാണ് നശിപ്പിക്കുന്നത്? ഉത്തരം: സിയോൻ്റെ. ചോദ്യം 11. വൃക്ഷം മുറിപ്പിൻ, യെരുശലേമിനു നേരെ വാട കോരുവിൻ, സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ. അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. ആരുടെ അരുളപ്പാടാണിത്? ഉത്തരം: സൈന്യങ്ങളുടെ യഹോവയുടെ. ചോദ്യം 12. അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: യെരുശലേമിൽ. ചോദ്യം 13. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം: യെരുശലേമിൽ. ചോദ്യം 14. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ യെരുശലേമിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം: പുതിയ ദുഷ്ടത. ചോദ്യം 15. യെരുശലേമിൽ കേൾപ്പാനുള്ളത് എന്താണ്? ഉത്തരം: സാഹസവും കവർച്ചയും. ചോദ്യം 16. യഹോവയുടെ ഉള്ളം യെരുശലേമിനെ വിട്ടുപിരിയാതെയും അതിനെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആകാതെയും ഇരിക്കേണ്ടതിന് എന്തു ചെയ്യാനാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: ഉപദേശം കൈക്കൊള്ളുവാൻ. ചോദ്യം 17. ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ എന്തിനെ പോലെയാണ് അരിച്ചു പറിക്കുന്നത്? ഉത്തരം: മുന്തിരിപ്പഴം പോലെ. ചോദ്യം 18. മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കുന്നത് ആരെയാണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ. ചോദ്യം 19. യഹോവയുടെ വചനം നിന്ദയായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം: ഇസ്രായേലിന്. ചോദ്യം 20. യഹോവയുടെ അരുളപ്പാട് ശ്രദ്ധിപ്പാൻ ഇസ്രായേലിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ. ചോദ്യം 21. യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം: യിരെമ്യാവ്. ചോദ്യം 22. യഹോവയുടെ ക്രോധം അടക്കിവെച്ച് തളർന്നു പോയത് ആരാണ്? ഉത്തരം:
ഇരമ്യാവ്. ചോദ്യം 23. യഹോവയുടെ ക്രോധം എവിടെ ഒഴിച്ചു കളയുമെന്നാണ് ഇരമ്യാവ് പറയുന്നത്? ഉത്തരം: വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും. ചോദ്യം 24. ആരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും ആണ് അന്യന്മാർക്ക് ആയിപ്പോകുന്നത്? ഉത്തരം: ഇസ്രായേലിൻ്റെ. ചോദ്യം 25. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടും. ആരുടെ അരുളപ്പാടാണിത്? ഉത്തരം: യഹോവയുടെ. ചോദ്യം 26. ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആയിരിക്കുന്നത് ആരാണ്? ഉത്തരം: ഇസ്രായേൽ. ചോദ്യം 27. വ്യാജം പ്രവർത്തിക്കുന്നത് ആരാണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും. ചോദ്യം 28. യഹോവയുടെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നതാരാണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും. ചോദ്യം 29. ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും എന്തു പറഞ്ഞാണ് ജനത്തെ ചികിത്സിക്കുന്നത്? ഉത്തരം: സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ്. ചോദ്യം 30. പ്രവാചകന്മാരും പുരോഹിതന്മാരും ലജ്ജിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട്. ചോദ്യം 31. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഇടറി വീഴുന്നത് എപ്പോൾ? ഉത്തരം: യഹോവ അവരെ സന്ദർശിക്കുന്ന കാലത്ത്. ചോദ്യം 32. മ്ലേച്ഛത പ്രവർത്തിച്ചതു കാരണം വീഴുന്നവരുടെ ഇടയിൽ വീണു പോകുന്നത് ആരാണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും. ചോദ്യം 33. വഴികളിൽ ചെന്ന് പഴയ പാതകളെ നോക്കി നല്ല വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടക്കാൻ യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം: ഇസ്രായേലിനോട്. ചോദ്യം 34. ഇസ്രായേലിൻ്റെ മനസ്സിന് വിശ്രാമം ലഭിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: വഴികളിൽ ചെന്ന് പഴയ പാതകളെ നോക്കി നല്ല വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടക്കുമ്പോൾ. ചോദ്യം 35. യഹോവ കാവൽക്കാരെ ആക്കി കാഹളനാദം ശ്രദ്ധിപ്പിനെന്ന് കൽപ്പിച്ചത് ആരോടാണ്? ഉത്തരം: ഇസ്രായേൽ ജനത്തോട്. ചോദ്യം 36. ഇസ്രായേൽ മക്കളുടെ വിചാരങ്ങളുടെ ഫലമായി യഹോവ അവർക്ക് അനർത്ഥം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: യഹോവയുടെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചതുകൊണ്ട്. ചോദ്യം 37. യഹോവയ്ക്ക് കുന്തുരുക്കവും വയമ്പും കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഉത്തരം: ശെബയിൽ നിന്ന് കുന്തുരുക്കവും ദൂരദേശത്തു നിന്ന് വയമ്പും. ചോദ്യം 38. ഇസ്രായേൽ മക്കളുടെ ഹോമയാഗങ്ങളിൽ പ്രസാദമില്ലാത്തതും ഹനനയാഗങ്ങളിൽ ഇഷ്ടമില്ലാത്തതും ആർക്കാണ്? ഉത്തരം: യഹോവയ്ക്ക്. ചോദ്യം 39. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ യഹോവ വയ്ക്കുന്ന ഇടർച്ചകളിൽ തട്ടി വീഴുന്നതാരാണ്? ഉത്തരം: പിതാക്കന്മാരും പുത്രന്മാരും. ചോദ്യം 40. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ യഹോവ വയ്ക്കുന്ന ഇടർച്ചകളിൽ നശിച്ചു പോകുന്നതാരാണ്? ഉത്തരം: അയൽക്കാരനും കൂട്ടുകാരനും. ചോദ്യം 41. ക്രൂരന്മാരും കരുണയില്ലാത്തവരുമായി വില്ലും കുന്തവും എടുത്ത് സിയോൻ പുത്രിക്കു നേരെ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നതാരാണ്? ഉത്തരം: ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന്
ഉണർന്നു വരുന്ന മഹാജാതി. ചോദ്യം 42. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന മഹാജാതി ആരുടെ നേരെയാണ് യുദ്ധസന്നദ്ധരായി കുതിരപ്പുറത്തു കയറി അണിനിരന്ന് നിൽക്കുന്നത്? ഉത്തരം സിയോൻ പുത്രിക്കു നേരെ. ചോദ്യം 43. ധൈര്യം ക്ഷയിച്ച് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും പിടിച്ചിരിക്കുന്നതാർക്കാണ്? ഉത്തരം ഇസ്രായേൽ ജനത്തിന്. ചോദ്യം 44. ശത്രുവിൻ്റെ വാളും ചുറ്റും ഭയവും ഉള്ളതുകൊണ്ട് ഇസ്രായേലിനോട് എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്? ഉത്തരം വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയുമരുത്. ചോദ്യം 45. രട്ടുടുത്ത് വെണ്ണീരിൽ ഉരുളുകയും ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനവുമായുള്ള വിലാപം കഴിക്കുകയും ചെയ്യാൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം സിയോൻ പുത്രിയോട്. ചോദ്യം 46. ഇസ്രായേൽ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് പരീക്ഷകനും മാറ്റുനോക്കുന്നവനുമാക്കി വെച്ചത് ആരെയാണ്? ഉത്തരം യിരെമ്യാവിനെ. ചോദ്യം 47. മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, വഷളത്തം പ്രവർത്തിക്കുന്നവർ ഇപ്രകാരം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഇസ്രായേൽ ജനത്തെക്കുറിച്ച്. ചോദ്യം 48. തുരുത്തി ഊതുമ്പോൾ തീയിൽ നിന്നും വരുന്നതെന്താണ്? ഉത്തരം ഈയം. ചോദ്യം 49. കറക്കൻ വെള്ളി എന്ന പേര് ആരുടേതാണ്? ഉത്തരം ഇസ്രായേലിലെ ദുഷ്ടന്മാരുടെ. ചോദ്യം 50. ഇസ്രായേലിലെ ദുഷ്ടന്മാർക്ക് കറക്കൻ വെള്ളി എന്ന പേര് വരാൻ കാരണമെന്താണ്? ഉത്തരം ദുഷ്ടന്മാരെ യഹോവ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട്. ചോദ്യം 51. യഹോവ ത്യജിച്ചു കളഞ്ഞ ദുഷ്ടന്മാരുടെ പേരെന്താണ്? ഉത്തരം കറക്കൻ വെള്ളി. ചോദ്യം 52. പെട്ടെന്ന് നമ്മുടെ നേരെ വരുന്നതാരാണ്? ഉത്തരം സംഹാരകൻ.